ഇപ്പോൾ വെള്ളിമാടുകുന്നിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ജുവനൈൽ ഹോമിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് കയറിയിരിക്കുന്നു. മതിൽ ചാടിക്കടന്നാണ് പ്രവർത്തകർ അവിടേക്ക് കയറിയത്. ഷഹബാസ് വധക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ അവിടെയാണ് SLC പരീക്ഷ എഴുതുന്നത്. പരീക്ഷാ കേന്ദ്രം ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നത്. ദീപക് ധർമ്മടമുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, മിഥില ബാലനാണ് ചേരുന്ന വിവരങ്ങളുമായി. മിഥില, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം പോലീസ് ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയോ? ഉന്മേഷ്, 2 പേരാണ് നിലവിൽ ഇത്തരത്തിൽ മതിൽ ചാടി അനധികൃതമായി ഈ ജുവനൈൽ ഹോമിനുള്ളിലേക്ക് കയറിയത്. ആ 2 പേരെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആ മതിൽ ചാടിക്കടന്ന പ്രവർത്തകരിൽ ഒരാളാണ്. ഇയാളെ ആ ഹോമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോലീസ് എത്തി നിലത്ത് കിടന്ന് പ്രതിരോധിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ജുവനൈൽ ഹോമിന്റെ മുന്നിൽ ഇന്ന് രാവിലെ മുതലുണ്ട്. ആദ്യം KSU പ്രതിഷേധവുമായി എത്തി, അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് MSF പ്രവർത്തകരെത്തി. അത് വലിയ രീതിയിലുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് ജുവനൈൽ ഹോമിന്റെ ഉള്ളിലേക്ക് കയറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ 2 പേരാണ് അതിക്രമിച്ച് കയറിയത്. അവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റോഡിൽ കിടന്ന് പ്രവർത്തകൻ പ്രതിഷേധിക്കുകയാണ്. ഒരാളെയാണ് ഇപ്പോൾ വണ്ടിയിലേക്ക് മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് റോഡിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഹോമിന്റെ ഉള്ളിൽ നിന്നും. ഇതാ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഈ പ്രവർത്തകന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ ഇയാളെ ഈ പോലീസ് ജീപ്പിനുള്ളിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മറ്റൊരു ഭാഗത്തും നടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അവിടെയും പോലീസ്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ വെള്ളിമാടുകുന്നിൽ ജുവനൈൽ ഹോമിന് മുന്നിൽ നടക്കുന്നത്. 2 പ്രവർത്തകരാണ് മതിൽ ചാടിക്കടന്നകത്തേക്ക് കയറിയത്. അവരെ പോലീസ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആദ്യം KSUവിന്റെ പ്രതിഷേധം, തൊട്ടു പിന്നാലെ MSFന്റെ പ്രതിഷേധം, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രതിഷേധം. മിഥില ബാലൻ തുടരുന്നുണ്ട്. മിഥില, ഈ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഈ ജുവനൈൽ ഹോമിന് മുന്നിൽ തന്നെയാണ് ഇപ്പോഴും? ഇപ്പോൾ ഉന്മേഷ്, MSF പ്രവർത്തകർ വീണ്ടും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ആ MSF പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ പ്രകടനവുമായി എത്തിയ പ്രതിഷേധവുമായി എത്തിയ കുറച്ച് MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇവിടെ തടിച്ചുകൂടിയ പ്രവർത്തകർ വീണ്ടും ഇങ്ങോട്ട് എത്തിയത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു മാർച്ച് പ്രതിഷേധവും ഇങ്ങോട്ട് എത്താനുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ജുവനൈൽ ഹോമിന്റെ മുൻവശം പോകുന്നു. നവാസ് തന്നെയാണ് ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നവാസിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ് പ്രവർത്തകർ. MSFന്റെ പ്രതിഷേധമാണ്. MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നാണ് അവരുടെ ആവശ്യം. അത് ഉയർത്തിക്കൊണ്ടാണ് അവരുടെ പ്രതിഷേധം നടക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ രാവിലെ മുതൽ തന്നെ വെള്ളിമാടുകുന്നിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആദ്യം KSUവിന്റെ പ്രതിഷേധമായിരുന്നു, തൊട്ടു പിന്നാലെ MSFന്റെ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ MSF പ്രവർത്തകർ വീണ്ടും അവിടെ സംഘടിച്ചെത്തി. അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുകയാണ്. പോലീസ് വാഹനത്തിൽ കയറിയിട്ടും പ്രവർത്തകർ ശാന്തരാകുന്നില്ല. അവർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്ന ആവശ്യമായിട്ടാണ് അവരുടെ പ്രതിഷേധം തുടരുന്നത്. മിഥില ബാലൻ വീണ്ടും ചേരുന്നുണ്ട്. മിഥില, ഈ യൂത്ത് കോൺഗ്രസിന്റെ വലിയ മാർച്ച് ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുകയാണോ? അതെ, തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പ്രതിഷേധം ഇപ്പോൾ ഇങ്ങോട്ട് അല്പസമയത്തിനകം ജുവനൈൽ ഹോമിലേക്ക് വരും. അതിനിടയിലാണ് 2 പ്രവർത്തകർ അതിക്രമിച്ച് മതിൽ ചാടിക്കടന്നത്. അവരെയാണ് പോലീസ് ഇപ്പോൾ അകത്തു നിന്നും പുറത്തേക്ക് ബലം പ്രയോഗിച്ച് എത്തിച്ച് വലിയ രീതി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടു. റോഡിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനായിരുന്നു അവർ അത്തരത്തിലുള്ള ഒരു പ്രതിരോധമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും MSF പ്രവർത്തകർ സംഘടിച്ച് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെയും അറസ്റ്റ് ചെയ്തു നീക്കി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുള്ള വലിയൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകും. അതിനുള്ള വൻ കനത്ത സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ജുവനൈൽ ഹോമിന് മുന്നിൽ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഇങ്ങോട്ട് സംഘടിച്ചെത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനിടയിലാണ് ഈ 2 പ്രവർത്തകർ അതിക്രമിച്ച് കയറി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അതേസമയം തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ളവ ഈ ജുവനൈൽ ഹോമിനുള്ളിൽ എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള നടപടിക്രമങ്ങൾ ജുവനൈൽ ഹോമിനകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്ത് അതുപോലെ ഈ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെയുള്ള വൻ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ശരി മിഥില, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടേക്ക് വരാനിരിക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. KSUവിന്റെയും MSFന്റെയും പ്രതിഷേധം. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജുവനൈൽ ഹോമിലേക്ക് ചാടിക്കയറുകയും ചെയ്തു.